ഹായ്. ഇപ്പൊ ഞാൻ പറയാൻ പോണ കണ്ടന്റ് ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ച ഒരു പെയ്ഡ് പ്രൊമോഷൻ ആണ്. പെയ്ഡ് പ്രൊമോഷൻ അല്ല. എൻ്റെ വെഡിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ രൂപത്തിൽ ചെറിയ മാറ്റം ഉണ്ടാവും. അത് ഞാൻ പറഞ്ഞില്ല, പനിയായിട്ട് ഞാൻ ഒരു 2-3 ആഴ്ചയായിട്ട് റെസ്റ്റിലാണ്. ഇന്ന് പറയാൻ പോണത്, ഒരുപാട് പേര് ഞാൻ അസുഖമായിട്ട് ഇവിടെ കിടന്നപ്പോഴും നമ്മളെ വൈഫിൻ്റെ ഭാഗത്തുനിന്നും എല്ലാവരും കല്യാണത്തിൽ ഒരുപോലെ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. അതിലൊന്ന് ഓഫ് കോഴ്സ് ഡെക്കോറിൻ്റെ കാര്യമാണ്. ചെറിയൊരു പ്ലാറ്റ്ഫോം, 24 ഫീറ്റിൻ്റെ ചെറിയൊരു പ്ലാറ്റ്ഫോമിലാണ് ഞങ്ങളെ നിക്കാഹ് നടന്നത്. അതെല്ലാവരും ഭയങ്കര എലഗൻ്റ് ആയെന്ന് പറഞ്ഞു. അത് ഓഫ് കോഴ്സ് അത് നമ്മൾ ചെയ്തുകൊണ്ട് ഓക്കെയാണ്. പിന്നീട് എല്ലാവരും എടുത്തു പറഞ്ഞതാണ് ക്യാമറാമാൻ്റെ കാര്യം. അത് ക്യാമറാമാൻ്റെ അപ്രോച്ച് ആയാലും ആളെടുക്കുന്ന ആംഗിൾസ് ആയാലും എല്ലാവരെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നതും എല്ലാ ഗസ്റ്റുകളും അതായത് ബ്രൈഡിൻ്റെ സൈഡിൽ നിന്നുള്ള ഗസ്റ്റുകളും നമ്മളെ ഗ്രൂമിൻ്റെ സൈഡിൽ നിന്നുള്ള ഗസ്റ്റുകളും എല്ലാവരും ഇൻക്ലൂഡ് ആയിട്ടുള്ള നല്ല 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 ഫ്രെയിംസുകൾ, നല്ല ഫോട്ടോഗ്രാഫർ, നല്ല ആറ്റിറ്റ്യൂഡാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് അഭിപ്രായങ്ങൾ. അത് കൂടാതെ ആള് കൊടുത്തിട്ടുള്ള ഒരു ടെക്നോളജി അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കംപ്ലീറ്റ്ലി AI ആണ്. AI ഉപയോഗിച്ചിട്ട് നമ്മുടെ വെഡ്ഡിങ് നടക്കുന്ന ഇതേ സ്പോട്ടിൽ തന്നെ QR സ്കാൻ ചെയ്താലോ, അല്ലെങ്കിൽ നമ്മളെ ഫോണ് വഴി എനിക്കൊക്കെ ലിങ്ക് ആദ്യം ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നമ്മളെ ഗസ്റ്റുകൾക്കും റിലേറ്റീവ്സിനൊക്കെ ആദ്യം ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ലിങ്കിൽ കയറിയിട്ട് നമ്മളെ ഫേസ് സ്കാൻ ചെയ്ത് ഒന്ന് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ക്യാപ്ചർ അടിച്ചു കഴിഞ്ഞാൽ നമ്മളടങ്ങിയിട്ടുള്ള എല്ലാ ഫോട്ടോസും കിട്ടും. അതായത് മെയിനായിട്ട് നമ്മളുള്ള ഫോട്ടോസാണല്ലോ നമ്മൾ തരിക, അതെല്ലാം നമുക്ക് കിട്ടും. അത് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഭയങ്കര സംഭവമായിട്ട് തോന്നി. കാരണം പൊതുവെ കല്യാണങ്ങൾക്ക് ദിവസങ്ങളൊക്കെ വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഫോട്ടോസൊക്കെ കിട്ടുക. ഇനി പോരാത്തിന് റിലേറ്റീവ്സ് ആയിട്ടുള്ള നമ്മളെല്ലാവരും ഒരു കല്യാണത്തിന് പോയി ഫോട്ടോ എടുക്കുക എന്നല്ലാതെ നമുക്ക് ആ ഫോട്ടോസൊന്നും കിട്ടാറില്ല. അപ്പം ഇങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ ഇതുപോലത്തെ ഒരാളെ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതുപോലത്തെ ടെക്നോളജി ഉപയോഗിക്കുന്ന ഒരാളെ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ഇതാണ്. കാരണം വരുന്ന ഗസ്റ്റ് ആരാണെങ്കിലും അവരുള്ള ഫോട്ടോ അവർക്ക് കിട്ടും. അത് ഭയങ്കര പ്ലീസിങ് ആണ്. എല്ലാ ഗസ്റ്റുകൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമാവുന്ന ഒരു ടെക്നോളജിയാണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നമ്മളെ ഗസ്റ്റുകൾക്ക് എല്ലാവർക്കും ഇഷ്ടമായത് അത് തന്നെയാണ്. ഞങ്ങൾ ആരും ഫോട്ടോ കൊടുത്തിട്ടില്ല. എല്ലാവരും അവരെ ഫേസ് സ്കാൻ ചെയ്ത് അവർക്ക് ആവശ്യമുള്ള ഫോട്ടോ അവരെടുക്കുകയായിരുന്നു. അപ്പോൾ ഇതൊരു പുതിയ ടെക്നോളജിയാണെന്ന് ഞങ്ങൾ പറഞ്ഞില്ല, പക്ഷെ ഇത് എങ്ങനെ ആളുകളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതിലാണ് കാര്യമില്ല. കാരണം ടെക്നോളജികൾ ഞങ്ങളുടെ മേഖലയിലും എല്ലാ മേഖലയിലും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അവരെ ഗ്രീറ്റിങ്സ് ആയാലും, നമ്മൾ ബുക്ക് ചെയ്തിട്ട് അവർ ഗ്രീറ്റിങ്സ് ആയാലും, ഓഫീസിൽ നിന്ന് വിളിക്കലായാലും, നമ്മളെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് എടുക്കലായാലും എല്ലാം ഒരു കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം വൈസ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നമുക്ക് തോന്നുമ്പോൾ അത് പറഞ്ഞു തരണമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ ഈ ഫേമിൻ്റെ പേര് റഹീസ് റോബിൻസ് ഫോട്ടോഗ്രാഫി എന്നാണ്. ലിറ്ററലി എൻ്റെ ഫ്രണ്ടാണ്. കാരണം പെട്ടെന്നുള്ള നിക്കാഹ് ആയതുകൊണ്ട് ഞാൻ ആളോട് പറഞ്ഞു ഇങ്ങനെ പെട്ടെന്നുള്ള നിക്കാഹ് എന്ന് പറഞ്ഞപ്പോൾ ആളെന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് വന്നതാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സാണ്. ഞാൻ ആളുടെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള നല്ലൊരു ഫോട്ടോഗ്രാഫറായിട്ട് എന്നും നല്ല മെമ്മറീസ് ആക്കിയിട്ട് എല്ലാ ഗസ്റ്റിനെ കൊണ്ടും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു കോംപ്ലിമെൻ്റാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആളെ സെലക്ട് ചെയ്യാം. അപ്പോൾ ആളെ നമ്പറും ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. താങ്ക് യു.